അപ്ഡേഷൻ ഒരിക്കലും നമ്മൾ ജനിക്കുമ്പോൾ കൊണ്ടുവരുന്നതല്ല. അപ്ഡേഷൻ നമ്മൾ വെജിറ്റബിൾ വാങ്ങുന്നത് പോലെ, നമ്മൾ ഫിഷ് വാങ്ങുന്നത് പോലെ, മീറ്റ്സ് വാങ്ങുന്നത് പോലെ, ഡ്രസ്സ് വാങ്ങുന്നത് പോലെ, കാർ വാങ്ങുന്നത് പോലെ അപ്ഡേഷൻസ് വാങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്ഡേഷൻസ് വേറെ പലരുടെ കയ്യിലാണ്, അത് നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം. ഈ അപ്ഡേഷൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അവരെപ്പോഴും മുൻവിധി കൂടുതലായിരിക്കും അവർക്ക്. ഇനി നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത്, നിങ്ങൾക്ക് അങ്ങനെയാണോ? എല്ലാം എനിക്കറിയാം എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ, മറ്റുള്ളവരതൊക്കെ തെറ്റാണ് അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ, അതാണ് മുൻവിധി എന്ന് പറയുന്നത്. എല്ലാ ആളുകൾക്കും സംഭവിച്ചതാണ്, എല്ലാ ഷോപ്പിനും സംഭവിച്ചതാണ്. നല്ല നല്ല ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും, ഒരു 6 months 7 months 8 months കഴിയുമ്പോൾ അത് പൂട്ടിപ്പോയിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല, വേറെ ന്യൂ പേരിൽ അത് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം, ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ഉള്ളതാണ്. നിങ്ങൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര നല്ല ഇൻറ്റീരിയൽ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര നല്ല ഡ്രസ്സിങ്ങിൽ വന്നിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടും കാര്യമില്ല, എത്ര സർട്ടിഫിക്കറ്റ് കയ്യിലിരുന്നിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പൂട്ടിപ്പോകേണ്ടി വരും. ഒരാൾ ബിസിനസ്സിൽ യാദൃശ്ചികമായിട്ടാണ് സാധാരണ വരാറ്. ഒരു 80% ആളുകളും യാദൃശ്ചികമാണ്. ഒന്നുകിൽ പഠനത്തിൽ മോശം, അല്ലെങ്കിൽ അച്ഛൻ അമ്മ അങ്കിള് അച്ഛൻ്റെ അനിയൻ കുടുംബം ഫ്രണ്ട് ആരെങ്കിലും ഉയർന്ന തലത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അപ്പോഴും നമ്മൾ ബിസിനസ്സിലെത്താറുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ പഠനത്തിൽ പിന്നോക്കം നിന്ന നമ്മൾ, ഒരു ഡിഗ്രി കഴിഞ്ഞു, പിന്നീട് പഠിക്കാൻ നമുക്ക് താല്പര്യം വന്നില്ല, +2 കഴിഞ്ഞു, പഠിക്കാൻ താല്പര്യം വന്നില്ല, SSLC കഴിഞ്ഞു, പിന്നെ പഠിക്കാൻ താല്പര്യം വന്നില്ല. ആ ആളുകൾ അവരച്ഛൻ്റെ കൂടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അങ്കിളുടെ കൂടെ ഫാദർ-ഇൻ-ലോൻ്റെ കൂടെ ബിസിനസ്സിന് പോകുന്നു. ഒരു 10-20 വർഷങ്ങൾ, ഒരു 20-22 വയസ്സിൽ ബിസിനസ്സിൽ വന്ന ഒരാൾ ശരിക്കും നോക്കൂട്ടോ, 50 വയസ്സാകുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആവും. യെസ് ഓർ നോ? ശരിയാണോ? സ്വന്തമായി വീട്, സ്വന്തമായി കാറ്, സ്വന്തമായി ലാൻഡ്, സ്വന്തമായി ഷോപ്പ്, അയാൾ സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വാല്യൂസ്, ഇതെല്ലാം കിട്ടുമ്പോഴേക്ക് 50 വയസ്സ്. ഒരു കാര്യം ഉറപ്പാണ്, 22 വയസ്സ് മുതൽ 50 വയസ്സ് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആകാൻ എടുത്ത 28 കൊല്ലം ഒരാളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണ്. ശരിയോ തെറ്റോ അയാളെ ഫിനാൻഷ്യലി എത്തിച്ചത്? ശരിയോ തെറ്റോ? ശരിയാണോ? 28 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അയാളെ ഫിനാൻഷ്യൽ സ്റ്റേബിളിൽ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. ആ 28 വർഷത്തെ എക്സ്പീരിയൻസിന് കട്ട് ചെയ്ത് ഒരാളെ ബോഡിയിൽ നിന്നും കട്ട് ചെയ്ത് ഈ ഇരിക്കുന്ന 150 ആളുകളുടെ ബോഡിയിൽ ഞാൻ പേസ്റ്റ് ചെയ്ത് തരും. 28 വർഷത്തെ എക്സ്പീരിയൻസിനെ കട്ട് ചെയ്ത് നിങ്ങളുടെ ബോഡിയിൽ പേസ്റ്റ് ചെയ്ത് തരും. എൻ്റെ ജോലി അതാണ്. കാരണം നാളെ നിങ്ങൾ ഈ പ്രൊബേഷൻ പീരീഡ് എടുക്കരുത്, 28 വർഷം നിങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കരുത്. നമ്മുടെ ആവശ്യം എന്താ ചോദിച്ചാൽ, നിങ്ങൾ ഫിനാൻഷ്യലി ഉയർന്നാൽ സൊസൈറ്റി ഉയരത്തുള്ളൂ. ശരിയോ തെറ്റോ? ശരിയാണോ? സൊസൈറ്റി ഉയരണമെങ്കിൽ ഫിനാൻഷ്യലി ഉയരണം. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്ന ഒരു ഷോപ്പുമായിട്ട് ഇരുന്നാൽ നമ്മൾ ഒരിക്കലും വരില്ല. നിങ്ങൾ 28 വർഷം കഴിയുമ്പോൾ നിങ്ങളിൽ സ്പാർക്ക് തട്ടിയവനൊക്കെ പൊങ്ങും. നിങ്ങൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ബോഡിയിൽ സ്പാർക്ക് അടിച്ച്, ഒരു പക്ഷേ നിങ്ങളുടെ അമ്മ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടാവും നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചും. ചില അമ്മമാരും ചില അച്ഛന്മാരൊക്കെ 2-3 യൂണിവേഴ്സിറ്റികളായിരിക്കും, സ്കൂളിലൊന്നും അവർ പോയിട്ടുണ്ടാവില്ല. പക്ഷെ അവരെ കയ്യിൽ സംസാരത്തിലൊക്കെ വന്ന് വീഴുന്നതൊക്കെ കേട്ടാൽ ഇവരൊക്കെ എവിടെയോ ബിസിനസ് ചെയ്തതുപോലെ തോന്നും. അത്ര എക്സ്പേർട്ടുകളായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെയുള്ള എക്സ്പേർട്ടുകൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്ന പല കാര്യങ്ങളും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോൾ ഈ 28 വർഷം എടുക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സർവീസിൽ പബ്ലിക്കിനെ വന്ന് സഹായിക്കാനോ നിങ്ങളുടെ മനസ്സ് തയ്യാറാവില്ല. പിന്നെ നിങ്ങളൊക്കെ റെസ്റ്റിനെ കുറിച്ചാണ് ചിന്തിക്കുക, ഇനി എനിക്ക് റെസ്റ്റ് ജീവിതം വേണം. അപ്പോൾ നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കുമ്പോഴാണ് നിങ്ങളുടെ അടുത്ത് മണി വരുന്നതെങ്കിൽ, പൈസ വരുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയും എനിക്ക് കുറേ സോഷ്യൽ സർവീസ് വേണം, ഈ പബ്ലിക്കിന് വേണ്ടി ജീവിക്കണം, സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കണം. ഇങ്ങനെയുള്ളൊരു തോന്നലുകൾ നിഷാദ്, മലബാർ ഗോൾഡ് നിഷാദ് പറഞ്ഞു, നിങ്ങളൊക്കെ വളരും തോറും സോഷ്യൽ സർവീസുകൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അത് പൊങ്ങാനുള്ളൊരു മാർഗ്ഗമാണ് ഇത്. നിങ്ങൾക്കറിയാം, വലിയ വലിയ പൈസകളിലൊക്കെ ഏൺ ചെയ്ത ആളുകളൊക്കെ അവരുടെയൊക്കെ വലിയ എമൗണ്ട് 1/3 ഒക്കെ ചാരിറ്റി ചെയ്ത ആളുകളെ നമുക്കറിയാം. വലിയ എമൗണ്ടുകൾ പബ്ലിക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ള, എഡ്യൂക്കേഷന് വേണ്ടി കൊടുത്തിട്ടുള്ള, വീട് വയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള, ദാരിദ്ര്യം നീക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആളുകളെ നമുക്കറിയാം. അപ്പം മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചാൽ, നിങ്ങൾ അതുപോലെ അൺലിമിറ്റഡ് മണി ഉണ്ടാക്കുന്ന, അൺലിമിറ്റഡ് ക്വാളിറ്റി ഉണ്ടാക്കുന്ന, അൺലിമിറ്റഡ് വാല്യൂസ് ഉണ്ടാക്കുന്ന ഒരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. നിങ്ങളും അതുപോലെ ആകണം. അതിന് അറിവിന് മാത്രമേ കഴിയുള്ളൂ. അറിവില്ലവനും അറിവില്ലാത്തവനും ഒരിക്കലും സമമാവില്ല. ശരിയോ തെറ്റോ? നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം, എൻ്റെ ജോലി. നിങ്ങളുടെ മനസ്സിൽ ഒരു വിത്ത് ഇട്ട് തരാം. ഞാൻ തരുന്ന വിത്തിനെ നിങ്ങൾ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ, വളർത്തിക്കൊണ്ടുവന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ 28 ഇയേഴ്സ് പ്രൊബേഷൻ പീരീഡ് ഇല്ലാതെയാവും.
അപ്പോൾ നിങ്ങൾ പൊങ്ങണം എന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് പൊങ്ങണം. എന്തുകൊണ്ട് പൊങ്ങണം? ഞാനൊരു പക്ഷേ ബോർഡും പേനൊക്കെ ആയിട്ട് നിങ്ങൾ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഇരിക്കുകയായിരിക്കുമല്ലോ, വിഷമമുണ്ടോ? സാറല്ല. പക്ഷേ ഞാനൊരു പബ്ലിക്കിനെ മനസ്സിലാക്കാൻ വേണ്ടി, ലോകത്തെല്ലാവരും ഒരുപോലെയല്ല, ആ ആളുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി 3 വിഭാഗം ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നു. ഈ ആളുകളെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ, ഇവൻ നിങ്ങളുടെ ഓഫീസിലുണ്ടാവും, ഇവൻ നിങ്ങളുടെ ബെഡിൽ കൂടെ ഉണ്ടാവും, ഇവൻ നിങ്ങളുടെ സ്റ്റാഫായിട്ടുണ്ടാവും, ഇവൻ നിങ്ങളുടെ ഡ്രൈവറായിട്ടുണ്ടാവും, ഇവൻ നിങ്ങളുടെ ഫ്രണ്ടായിട്ടുണ്ടാവും. ഇവരെവിടെ നിർത്തണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആളുകളെ പരിചയപ്പെടുത്തി തരുന്നത്. പ്ലീസ് ലിസൺ. ലോകത്തെല്ലാ ആളുകളും, ഇത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം, നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുക. തെറ്റാണെങ്കിൽ എന്നെ റിമൈൻഡ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആളുകളൊക്കെ, എല്ലാ ആളുകൾക്കും ഏകദേശമുള്ള ഹാബിറ്റ്സുകളും ഇവരെ പരിചയപ്പെടാനുള്ള മാർഗങ്ങളും ഒറ്റയടിക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ആരൊക്കെയാണെന്നുള്ളത്. ഇത് തിരിച്ചറിയാനുള്ള, അതിലൂടെ എങ്ങനെ നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യണം, എന്തൊക്കെ ചേഞ്ചസാണ് അവരുടെ അടുത്ത് കാണിക്കേണ്ടത്, അവരിൽ ആരൊക്കെയാണ് ഉയരുന്നവർ, ഉയരാത്തവൻ്റെ കൂടെ നടക്കരുത്. കാരണം എന്താ ചോദിച്ചാൽ, മറ്റുള്ളവനെ താഴ്ത്തുന്നവൻ്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങനെ ആയിത്തീരും. ഉയരുന്നവൻ്റെ, ഞാൻ പറഞ്ഞു, ആരെങ്കിലും ലിഫ്റ്റ് ചെയ്യുന്നവനാണെങ്കിൽ നമ്മളും അറിയാതെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഫ്രീ ചോയ്സാണ്. നമ്മൾ ആരുടെ കൂടെ നിൽക്കണം ഒരു ഫ്രീ ചോയ്സാണ്. ഇപ്പം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത്. പ്ലീസ് ലിസൺ.